മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് കേന്ദ്ര ജല കമ്മീഷന്റെ അനുമതി. കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാനും ജല കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻപ് 2011 മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടന്നത്. കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മേൽനോട്ട സമിതി യോഗമാണ് അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി നൽകിയത്. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രളയ പ്രതിരോധ സുരക്ഷ, സംഭരണശേഷി തുടങ്ങി വിവിധ തലത്തിൽ പരിശോധന നടക്കും. ഒരു വർഷത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ജല കമ്മീഷൻ നിർദ്ദേശിച്ചു. കേരളത്തിന്റെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ടും 2026 സുരക്ഷാ പരിശോധന നടത്തിയാൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടുമാണ് മേൽനോട്ട സമിതി സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി നൽകിയത്. 2011 സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ് അവസാനമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ പരിശോധന നടത്തിയത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അണക്കെട്ടിൽ തമിഴ്നാട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾക്കായി തമിഴ്നാട് സർക്കാർ നൽകിയ അപേക്ഷകൾ വേഗത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കേരള സർക്കാരിനോട് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തമിഴ്നാട് സർക്കാരിനോടും സമിതി ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി.